ചെറുപ്പം തൊട്ടേ വരയ്ക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വരയ്ക്കുന്നത് കണ്ട് പേരൻസും ടീച്ചേഴ്സും ഒക്കെയാണ് എനിക്കിങ്ങനെ ഡിസൈനിങ് ഒരു കരിയർ ഓപ്ഷൻ ആണെന്നും ഫ്യൂച്ചറിലൊരു സംഭവമാണെന്നും എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ പിന്നെ എനിക്കൊരു ഇതെന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, എനിക്ക് അത്ര അങ്ങേറ്റം വിശ്വസിക്കാൻ പറ്റിയ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമായിരുന്നു. അങ്ങനെ അമ്മയാണ് എനിക്ക് തപ്പിപ്പിടിച്ച് പറഞ്ഞു തന്നത്. ബ്രില്യൻ്റ് ഒരു ഗോൾ എൻ്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ, ഞാൻ വർക്ക് ചെയ്യുന്നതാണ്, പിന്നെ ബ്രില്യൻ്റ് എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഞാൻ ബ്രില്യൻ്റിലേക്ക് ചേർന്നു. വളരെ സന്തോഷകരമായിട്ട് ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് അവൻ്റെ ഫാദർ മരിക്കാനിടയാകുന്നത്. കുറച്ചു കാലം ആരോഗ്യം നഷ്ടപ്പെട്ട് ക്യാൻസർ ബാധിതനായിട്ട് കിടന്നതിന് ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. ആ സമയത്ത് എൻ്റെ മക്കൾ രണ്ടുപേരും വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ NAD എക്സാമിൻ്റെ തലേ ദിവസം ഞാൻ അന്ന് ഒരു 1 ഇയർ മൊത്തം ഡ്രോപ്പ് ചെയ്ത് ഞാൻ എടുത്ത എൻ്റെ എഫേർട്ട് മൊത്തം വേസ്റ്റ് ആവുന്ന ഒരു ആക്സിഡൻറ്റ് എൻ്റെ ലൈഫിലുണ്ടായി. ആക്സിഡൻ്റ് ആയ ഒരു സിറ്റുവേഷനിൽ ഞാൻ ആദ്യം മനസ്സിലോർത്ത് എല്ലാവരും ഡിസൈനിങ് ആസ്പിറൻസിനെ പോലെ ഭഗവാൻ എൻ്റെ കൈക്കൊന്നും പറ്റില്ലെന്ന്. അൺഫോർച്യുനേറ്റ്ലി എൻ്റെ വലത്തേ കൈക്ക് തന്നെയാണ് നല്ല ഡാമേജ് വന്നത്. എനിക്ക് അത് കാരണം ഹോസ്പിറ്റലൈസ്ഡായി. അഫ്കോഴ്സ് ഡോക്ടർ പറഞ്ഞു NAD നിനക്ക് അപ്പിയർ ചെയ്യാൻ പറ്റൂല. ഞാൻ വളരെ ഡൗൺ ആയിരുന്നു. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു സംഭവമാണ് ഈ എക്സാം എന്ന് പറയുന്നത്. എനിക്ക് ഈ ഒരു ചാൻസേ ഉള്ളൂ, ഇതിനപ്പുറത്ത് എനിക്ക് വേറൊരു ചാൻസ് ഇല്ല. ഞാൻ അത്ര എഫേർട്ട് ഇട്ടാണ്. അപ്പം എൻ്റെ എഫേർട്ടിനേലും എനിക്ക് എന്തെങ്കിലും വാല്യൂ ഉണ്ടാക്കണമെന്ന് ഒരാഗ്രഹം തോന്നി തുടങ്ങി. പിന്നെ എൻ്റെ മനസ്സിലൊറ്റ ഗോൾ ഉണ്ടായിരുന്നുള്ളൂ, എന്തൊക്കെ വന്നാലും ഏതറ്റം പോയിട്ടാണല്ലോ എക്സാം ഞാൻ പാസ്സായിരിക്കും. സ്വപ്നങ്ങളിലേക്ക് നടന്നു കയറാൻ വലിയ സാഹചര്യങ്ങളെക്കാൾ കൂടുതൽ വേണ്ടത് ഉറച്ച തീരുമാനമാണെന്ന് തെളിയിച്ച കോട്ടയം പാമ്പാടി സ്വദേശി ശ്രീവർദ്ധ് M. കൊമേഴ്സ് സ്ട്രീമിൽ +1 +2 കോട്ടയത്തുള്ള കേന്ദ്ര വിദ്യാലയത്തിൽ പഠിച്ച ശ്രീവർദ്ധ് ഡ്രോയിങ്ങിനോടും ഡിസൈനിങ്ങിനോടും പാഷനുള്ള ഒരു ക്രിയേറ്റീവ് സ്റ്റുഡന്റ് ആണ്. സാധാരണഗതിയിൽ കൊമേഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ചിന്തിക്കുന്ന സ്ഥിരം വഴികളിലൂടെയല്ല ശ്രീവർദ്ധ് സഞ്ചരിച്ചത്. തന്റെ ഉള്ളിലെ ഡിസൈനറെ തിരിച്ചറിഞ്ഞ ശ്രീവർദ്ധ് തിരഞ്ഞെടുത്തത് UCET എൻട്രൻസ് എക്സാമിലൂടെ IIT-യിൽ പ്രവേശിക്കണം എന്ന ലക്ഷ്യമായിരുന്നു. പരിമിതമായ സാഹചര്യങ്ങളോട് പൊരുതി കഠിനാധ്വാനം കൈമുതലാക്കി ബ്രില്യന്റിലെ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈനിങ് പ്രോഗ്രാമിൽ 1 വർഷം റിപ്പീറ്റ് ചെയ്ത് ശ്രീവർദ്ധ് ഇന്ന് സ്വപ്നം നേടിയിരിക്കുന്നു. ഓൾ ഇന്ത്യ റാങ്ക് 88, കാറ്റഗറി റാങ്ക് 15, രാജ്യത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടായ IIT-യിൽ ഡിസൈനിങ് പഠിക്കാൻ ഈ മിടുക്കനെന്ന് അർഹത നേടിയിരിക്കുകയാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച് വിജയത്തിന്റെ പുതിയ ഡിസൈൻ സ്വന്തം ജീവിതത്തിൽ വരച്ചു ചേർത്ത ശ്രീവർദ്ധിന്റെ ഇൻസ്പിറേഷണൽ സ്റ്റോറി നമുക്ക് കേൾക്കാം. ഹായ്, ഹലോ, എൻ്റെ പേര് ശ്രീവർദ്ധ്. അപ്പോൾ ഈ കഴിഞ്ഞ 2026 UCET എക്സാമിൽ എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 88ഉം കാറ്റഗറി റാങ്ക് 15ഉം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ എക്സാം എഴുതി ഈ ഒരു അച്ചീവ്മെൻറ്റിലെത്തി. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസസ് ഒരു നോർമൽ സ്റ്റുഡൻറ്റിനെ വെച്ച് നോക്കുമ്പം അത്ര എളുപ്പമല്ലായിരുന്നു. ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തു ഈ എക്സാമിൻ്റെ സമയത്തും അടുത്തെത്തിയ നിമിഷങ്ങളിലൊക്കെ. ഞാൻ ആ ഒരു കഥ പറയാനാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഞാൻ +2 കഴിഞ്ഞിട്ടാണ് BDES എന്ന കോഴ്സിനെ കുറിച്ചും അതിലൊരു എൻട്രൻസ് ഉണ്ട്, അതിലേറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളും കോളേജുകളൊക്കെ ഏതാണെന്ന് അറിഞ്ഞത്. ചെറുപ്പം തൊട്ടേ വരയ്ക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വരയ്ക്കുന്നത് കണ്ട് പേരൻസും ടീച്ചേഴ്സും ഒക്കെയാണ് എനിക്കിങ്ങനെ ഡിസൈനിങ് ഒരു കരിയർ ഓപ്ഷൻ ആണെന്നും ഫ്യൂച്ചറിലൊരു സംഭവമാണെന്നും എനിക്ക് പറഞ്ഞു തന്നത്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിലേക്ക് തിരിഞ്ഞത്. ഡിസൈനിനെ കുറിച്ചൊരു ഇൻഡെപ്ത് നോളജ് എനിക്കില്ലായിരുന്നെങ്കിലും എൻ്റെ ഒരു കേട്ടറിവൊക്കെ വെച്ച് ഇതിന് നല്ല സാധ്യതകളുണ്ടെന്നും നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടെന്നും ഫ്യൂച്ചറിൽ എനിക്ക് നല്ലൊരു നില എത്താൻ പറ്റുമെന്നും കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ പഠിച്ചത് നവോദയയിലാണ്. അവിടെ ഞാൻ കൊമേഴ്സ് സ്ട്രീമാണ് ഓപ്റ്റ് ചെയ്തത്. കൊമേഴ്സിൽ അങ്ങനെ നമുക്ക് ഡിസൈൻ ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പഠിപ്പിക്കുന്നൊന്നുമില്ല. ആർട്ടൊക്കെ അവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ടീച്ചർമാർ തന്നെയാണ് എൻ്റെ കഴിവ് നന്നായിട്ട് തിരിച്ചറിഞ്ഞത്. അങ്ങനെ അതിനെക്കുറിച്ച് ഒരു വലിയ ധാരണ ഇല്ലായിരുന്നു എനിക്ക്. എൻ്റെ പേര് സുമി. ഞാൻ ഇംഗ്ലീഷ് അധ്യാപികയാണ്. ബാംഗ്ലൂർ മാലൂർ എന്ന സ്ഥലത്തെ SFS ഹൈസ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നന്നായിട്ട് പടം വരയ്ക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അവനെ വേണ്ടവണ്ണം പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയിട്ടില്ല.
ഒരു അധ്യാപകൻ്റെ അടുത്ത് കൊണ്ട് ചേർത്ത് പഠിപ്പിക്കാനൊന്നും എന്തുകൊണ്ടോ സാധിച്ചില്ല. അവൻ്റെ സ്വയം കഴിവ് ഡെവലപ്പ് ചെയ്ത് അവൻ ഇങ്ങനെ മുന്നോട്ട് വന്നതാണ്. നവോദയയിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരധ്യാപികയാണ് ഇവന് നന്നായിട്ട് വരയ്ക്കാൻ കഴിവുണ്ടെന്നും അവൻ്റെ മുന്നോട്ടുള്ള മേഖല ഇതായിരിക്കണമെന്ന് ഇവനോട് സജസ്റ്റ് ചെയ്തതും ആഷിത എന്ന് പറയുന്ന ടീച്ചറാണ്. ആ ടീച്ചറിൻ്റെ ഗൈഡൻസോടു കൂടിയാണ് UCED എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം ഉണ്ടെന്നും അത് അപ്പിയർ ചെയ്യണമെന്നും ഒക്കെയുള്ള തോട്ട് നമ്മളിലേക്ക് വരുന്നതും. അങ്ങനെയാണ് ഞാൻ UCED എന്നൊരു കാര്യം അറിയുന്നത്. പിന്നെ ആദ്യമേ ഇതിനെക്കുറിച്ച് ഒരു ഇൻഡെപ്റ്റായിട്ട് നോക്കിയപ്പം ഞാൻ കണ്ടത് ഗൂഗിൾ, സാംസങ് അതുപോലത്തെ വലിയ വലിയ കമ്പനികളൊക്കെ IITs നിന്ന് പഠിച്ചിറങ്ങുന്ന ഗ്രാജുവേറ്റ്സിനെ ഹയർ ചെയ്യുന്നുണ്ടെന്ന് കേട്ട്. അപ്പം അതൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ച് ഇതിൽ നല്ലൊരു ഫ്യൂച്ചർ എനിക്കുണ്ടെന്ന്. അങ്ങനെ ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു ഞാൻ എങ്ങനെയും എക്സാം എഴുതിയിരിക്കും, ക്രാക്കും ചെയ്തിരിക്കും, ഒരു IIT കയറിയിരിക്കുമെന്ന്. ട്വൽത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് UCED എക്സാമിൻ്റെ കോമ്പറ്റീഷൻ്റെ ലെവലിനെയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണ വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്കൊരു പ്രിപ്പറേഷൻ ഇല്ലാതെ പോയിട്ടൊരു കാര്യമില്ലാന്ന്. ആ ഒരു സമയത്ത് ഞാൻ അന്വേഷിച്ചൊരു ക്രാഷ് ചേർന്നായിരുന്നു, ക്രാഷ് ബാച്ചിൽ. പക്ഷെ അതെന്തോ എനിക്ക് വർക്ക് ചെയ്തില്ല. ആ കൊല്ലത്തെ 2025 UCEDൽ എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 1300 അടുത്തായിരുന്നു. 14,000 പേര് അപ്പിയർ ചെയ്തായിരുന്നു. അപ്പം അമ്മയ്ക്ക് അതൊരു വലിയ സംഭവമായിരുന്നു എനിക്ക് ആ ഒരു റാങ്ക് കിട്ടിയത്. ഞാൻ ക്വാളിഫൈഡ് ആയിരുന്നു. അപ്പം എനിക്കൊരു വിശ്വാസം ഉണ്ടായി എനിക്ക് അതിൽ കൂടുതൽ എടുക്കാൻ പറ്റുമെന്ന്. അമ്മയാളുകൾ എന്നെ സപ്പോർട്ട് ചെയ്തു. നീ ഒരു കൊല്ലം ഡ്രോപ്പ് ചെയ്തോ, പഠിച്ചോ. അപ്പോൾ പിന്നെ എനിക്കൊരു ഇതെന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, എനിക്ക് അത്ര അങ്ങേറ്റം വിശ്വസിക്കാൻ പറ്റിയ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമായിരുന്നു. അങ്ങനെ അമ്മയാണ് എനിക്ക് തപ്പിപ്പിടിച്ച് പറഞ്ഞു തന്നത് ബ്രില്യൻ്റ് ഇതുപോലെ അവർ ആദ്യത്തെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആർക്കിടെക്ചർ ഡിസൈനിങ് ബാച്ച് തുടങ്ങുന്നുണ്ടെന്ന്. ബ്രില്യൻ്റ് അമ്മയ്ക്ക് അത്രയും വിശ്വാസമായിരുന്നു ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോട്. അപ്പം അമ്മ അത്രയും എന്നെ പ്രഷർ ചെയ്തുകൊണ്ടും അമ്മയ്ക്ക് അത്ര ഉറപ്പായിരുന്നുകൊണ്ട് ഞാനും കൂടുതലൊന്നും ആലോചിച്ചില്ല. ഒരു ഗോൾ എൻ്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ, ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ബ്രില്യൻ്റ് എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഞാൻ ബ്രില്യൻ്റിലേക്ക് ചേർന്നു. ഒരുപാട് കൺഫ്യൂഷനും ഡൗട്ടുകളൊക്കെ കൊണ്ടാണ് ഞാനും ബ്രില്യൻ്റിൽ വന്നത്. കാരണം UCED എന്ന് പറഞ്ഞ എക്സാം നമുക്ക് 2 തവണ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഫൈനൽ ചാൻസ് ആണ്. അപ്പം നല്ല ടെൻഷൻ കൊണ്ടാണ് ഞാൻ വന്ന് ചേർന്നത്. പക്ഷേ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കാരണം നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസും ഏറ്റവും ബെസ്റ്റ് അറ്റ്മോസ്ഫിയറും ക്ലാസ് റൂമുകളൊക്കെ അവിടെ ഓൾറെഡി റെഡി ആയിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് വേണ്ട എല്ലാം അവിടെ ഉണ്ടായിരുന്നു. കോമ്പറ്റീഷൻ ആണെങ്കിലും നമ്മളെപ്പോലെ ചിന്തിക്കുന്ന, നമ്മുടെ അതേ ഗോൾസ് ഉള്ള, നമ്മളതേ മൈൻഡ് സെറ്റിൽ നമ്മുടെ അതേ രീതി ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഇരുന്ന് പഠിച്ചതുകൊണ്ട് എനിക്കത് ഒരുപാട് ഉപകാരമായി. പിന്നെ ഞങ്ങളുടെ ക്ലാസ്സുകളാണേലും ത്രൂ ഔട്ട് തുടക്കം തൊട്ട് തന്നെ ഞങ്ങളൊരു ഡിസൈനേഴ്സിനെ പോലെയാണ് ഒത്തിരി ഫാക്കൽറ്റീസ് എല്ലാം ട്രീറ്റ് ചെയ്ത് അതിൻ്റെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളും ഒക്കെ ഇൻഡെപ്തായിട്ട് പഠിപ്പിച്ചു പോയി. ജസ്റ്റ് ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നതിലുപരി ഒരു ഡിസൈനറായിട്ട് എങ്ങനെ നമുക്ക് കരിയർ ബിൽഡ് ചെയ്യാമെന്നും കൂടെ ഞാൻ പഠിച്ചത് ബ്രില്യൻ്റ് എത്തിയിട്ടാണ്. ഞാൻ കൊമേഴ്സ് പഠിച്ചാന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ മാത്സ് ഓപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. UCEDൽ നമുക്ക് ടഫ് അല്ലെങ്കിൽ കൂടി കുറച്ച് മാത്സ് അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് ടഫ് തന്നെയായിരുന്നു. പക്ഷേ എന്നെ ഒരുപാട് അതിൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചായിരുന്നു ബ്രില്യൻ്റിലെ ഫാക്കൽറ്റീസും അവിടുത്തെ സ്റ്റുഡൻസ് ആണെങ്കിലും. നമ്മളൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ട് അവിടെ പഠിച്ചു പോയിരുന്നത്. ക്ലാസ് റൂമിൽ നല്ലൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിലും ടീച്ചർമാരുടെ ഒക്കെ എല്ലാം. ബ്രില്യൻ്റിലെ ക്ലാസ്സസ് എന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു 4 ചുമരിൽ ഒതുങ്ങുന്ന ഒരു ടഫായിട്ട് കോമ്പാക്റ്റ് ക്ലാസ് അല്ല. നമ്മുടെ രീതിയിൽ ക്രിയേറ്റീവായിട്ടുള്ള സ്പേസും ഔട്ട്ഡോർ സ്കെച്ചിങ്ങും ഓരോരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്ത് ആ സ്ഥലങ്ങളെക്കുറിച്ച് പഠിക്കലും ഒക്കെ നമുക്കുണ്ടായിരുന്നു. ദോസ് വർ വൺ ഓഫ് ദി ബെസ്റ്റ് ഡേയ്സ് ഇൻ മൈ ലൈഫ്. ഞാൻ എപ്പോഴും അത് മെമ്മറബിളായിട്ട് കൊണ്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. വളരെ സന്തോഷകരമായിട്ട് ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് അവൻ്റെ ഫാദർ മരിക്കാനിടയാകുന്നത്. കുറച്ചു കാലം ആരോഗ്യം നഷ്ടപ്പെട്ട് ക്യാൻസർ ബാധിതനായിട്ട് കിടന്നതിന് ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. ആ സമയത്ത് എൻ്റെ മക്കൾ രണ്ടുപേരും വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവർ. എനിക്കിവരെ ശ്രദ്ധിക്കാനോ ഒന്നും കാര്യമായിട്ട് സാധിച്ചിട്ടില്ല. ആ സമയത്തൊക്കെ ഇവരെ ടേക്ക് ചെയ്തത് എൻ്റെ അമ്മയാണ്.
അങ്ങനെ ക്ലാസ്സൊക്കെ നമ്മൾ എൻഡിലേക്ക് എത്തി. ബ്ലെൻഡിലെ മോക്ക് ടെസ്റ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ കോൺഫിഡൻസ് ഒരുപാട് ബൂസ്റ്റ് ചെയ്യാനായിട്ട് അവിടുത്തെ മോക്ക് ടെസ്റ്റുകൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്റ്റാൻഡേർഡ് ആണെങ്കിലും നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ കൂടി ശരിക്കുമുള്ള നമ്മൾ ആ ഒരു എക്സാം ഹാളിൽ പോയിരുന്ന് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്കതൊരു വലിയ കോൺഫിഡൻസ് ആയിരുന്നു ശരിക്കും എക്സാം എഴുതിയപ്പോൾ. അപ്പം ക്വസ്റ്റ്യൻസിൽ വരുന്ന തന്നെ ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും മാത്സ് വരുന്ന ഭാഗങ്ങളാണെങ്കിലും ഒക്കെ അവർ എക്സ്ട്രാ കെയർ കൊടുത്ത ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻസിന് ആ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് എൻ്റെ കോൺഫിഡൻസ് വളരെ ഹൈ ആക്കിയായിരുന്നു. ഡ്രോയിങ്ങിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അവരുടെ ചോദ്യങ്ങളിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മളൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റിന് മാത്രം അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന ടൈപ്പ്, നമ്മൾ അതേപോലെ ചിന്തിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെയാണ് അവർ ഇട്ടുകൊണ്ടിരുന്നത്. അതൊക്കെ എൻ്റെ ഡ്രോയിങ്ങിൻ്റെ ടൈമിംഗ് ആണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും എൻ്റെ എബിലിറ്റി ടു തിങ്ക് ആണെങ്കിലും ഒക്കെ ഒരുപാട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ടൈം ഒരു പ്രശ്നമല്ലായിരുന്നു. അവിടുത്തെ മോക്ക് ടെസ്റ്റുകൾ അത്ര എഫക്റ്റീവ് ആയിരുന്നു ഡ്രോയിങ്ങിൻ്റെ ബേസിസിൽ. അങ്ങനെ ബ്ലെൻഡിലെ മോഡൽ എക്സാംസ് ഒക്കെ നന്നായിട്ട് നടന്നു പോകുമായിരുന്നു. ഞങ്ങളൊക്കെ എക്സാംസ് ചെയ്ത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് തന്നെ ഞങ്ങൾ പോകുമായിരുന്നു. അപ്പം അങ്ങനെ NID ഡേറ്റ് വന്നു എക്സാമിൻ്റെ. അപ്പോൾ NID എക്സാമിൻ്റെ തലേ ദിവസം ഞാൻ അന്ന് ആ ഒരു 1 ഇയർ മൊത്തം ഡ്രോപ്പ് ചെയ്ത് ഞാൻ എടുത്ത എൻ്റെ എഫേർട്ട് മൊത്തം വേസ്റ്റ് ആവുന്ന ഒരു ആക്സിഡൻറ്റ് എൻ്റെ ലൈഫിലുണ്ടായി. ആക്സിഡൻ്റ് ആയ ഒരു സിറ്റുവേഷനിൽ ഞാൻ ആദ്യം മനസ്സിലോർത്ത് എല്ലാവരും ഡിസൈനിങ് ആസ്പിറൻസിനെ പോലെ ഭഗവാൻ എൻ്റെ കൈക്കൊന്നും പറ്റില്ലെന്ന്. കാരണം ഇത് കേൾക്കുന്നവർക്കറിയാം ഒരു ഡിസൈൻ എക്സാമിൽ ഡൊമിനൻ്റ് ഹാൻഡിന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. നമ്മൾ അത് വെച്ചാണ് വരയ്ക്കുന്നത്, നമ്മുടെ ഡിസൈൻ സ്കിൽസ് എല്ലാം അവർ കാണിക്കുന്നത്, നമ്മളതിലെല്ലാം ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം ഓർത്തത് എൻ്റെ കൈക്കൊന്നും പറ്റില്ല എന്നാണ്. അൺഫോർച്യുനേറ്റ്ലി എൻ്റെ വലത്തേ കൈക്ക് തന്നെയാണ് നല്ല ഡാമേജ് വന്നത്. എനിക്ക് അത് കാരണം ഹോസ്പിറ്റലൈസ്ഡായി. ഓഫ്കോഴ്സ് ഡോക്ടർ പറഞ്ഞു NID നിനക്ക് അപ്പിയർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ NID അപ്പിയർ ചെയ്യാൻ പറ്റാതെ പോയത് എനിക്ക് വലിയൊരു ബ്ലോ ആയിരുന്നു. എന്നെ സംബന്ധിച്ച് എൻ്റെ കോൺഫിഡൻസ് ഒക്കെ നല്ല രീതിക്ക് കുറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്നെ അതിൽ നിന്ന് കൊണ്ടുവന്ന് UCD വേണ്ടി നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും, ഉള്ളത് വെച്ച് എനിക്ക് എൻ്റെ മാക്സിമം ചെയ്യാൻ പറ്റുമെന്ന് എന്നെ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് തന്നത് എൻ്റെ ഫാക്കൽറ്റീസാണ്. എൻ്റെ മുനീർ സാറും അവിടുത്തെ മെയിൻ ഫാക്കൽറ്റീസ് എല്ലാം, പിന്നെ എൻ്റെ അമ്മ, എൻ്റെ കൂട്ടുകാരെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ഇഞ്ചുറി പറ്റിയപ്പോഴും ഞാൻ വളരെ ഡൗൺ ആയിരുന്നു. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു സംഭവമാണ് ഈ എക്സാം എന്ന് പറയുന്നത്. എനിക്ക് ഈ ഒരു ചാൻസേ ഉള്ളൂ, ഇതിനപ്പുറത്ത് എനിക്ക് വേറൊരു ചാൻസ് ഇല്ല. ഞാൻ അത്ര എഫോർട്ട് ഇട്ടാണ്. അപ്പോൾ എൻ്റെ എഫോർട്ടിനേലും എനിക്ക് എന്തെങ്കിലും വാല്യൂ ഉണ്ടാക്കണമെന്ന് ഒരാഗ്രഹം തോന്നി തുടങ്ങി. പിന്നെ എൻ്റെ മനസ്സിലൊറ്റ ഗോൾ ഉണ്ടായിരുന്നുള്ളൂ, എന്തൊക്കെ വന്നാലും ഏതറ്റം പോയിട്ടാണല്ലോ എക്സാം ഞാൻ പാസ്സായിരിക്കും. എന്നെ സംബന്ധിച്ച് ആ ഒരു പീരീഡ് എന്ന് പറയുന്ന ഒരു ടോട്ടൽ റീസ്റ്റാർട്ടായിരുന്നു. ആക്ച്വലി ഞാൻ അതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്കിനി ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ പേന വരെ പിടിച്ച് ഒന്നുകൂടെ പഠിച്ചു തുടങ്ങിയൊരു സമയമായിരുന്നു അത്. അപ്പം ഡോക്ടറൊക്കെ എന്നോട് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. പക്ഷേ എന്നെ സമ്മതിക്കുന്നില്ലായിരുന്നു. എനിക്കെന്ന് പറയുമ്പോൾ തന്നെ ഞാനിപ്പോൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, എങ്ങനെയും ഇതെനിക്ക് എടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ രീതിക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ രീതിക്ക് എന്നെക്കൊണ്ട് പറ്റുന്നത് സ്കെച്ച് ചെയ്ത് തുടങ്ങി, പഠിച്ചൊക്കെ റീകളക്ട് ചെയ്ത് തുടങ്ങി, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത്രയും പഠിച്ചു തുടങ്ങി, എക്സാംസൊക്കെ അപ്പിയർ ചെയ്യാൻ തുടങ്ങി. ഓരോ തവണയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഡൗൺ ആകുമ്പം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ബ്രില്യൻ്റിലെ ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, എൻ്റെ അമ്മയുണ്ടായിരുന്നു. ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഞാനങ്ങ് അതിലൂടെയൊക്കെ കടന്നുപോയി. എൻ്റെ ബെസ്റ്റ് തന്നെ അവിടെ ചെയ്യാൻ പറ്റി. എനിക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എനിക്ക് എക്സാം സമയത്ത് കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റി. അങ്ങനെ എക്സാംസൊക്കെ എഴുതി ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു എക്സാം എഴുതിയതിൽ. ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്ത പോലെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് ആകെപ്പാടെ ഒരു സംശയം ഉണ്ടായിരുന്ന ഡ്രോയിങ് ഇവരെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, എന്താവുമെന്ന് അറിയില്ലായിരുന്നു. അതിൻ്റെ അവിടെ ഇവിടെ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയും ഞങ്ങളുടെ സാറുമാർ നല്ല സപ്പോർട്ടായിരുന്നു. എടാ സമാധാനപ്പെട്, റിസൾട്ട് വരുമ്പോൾ റെഡിയാകും, നമ്മൾ അനാവശ്യ ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. അങ്ങനത്തെ ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി ആയിരുന്നു അവിടെ നിന്ന് തന്നെ. അങ്ങനെ ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ ഞാനങ്ങ് സ്റ്റക്കായിപ്പോയി. കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു എനിക്ക് ഒരു ഓൾ ഇന്ത്യ ലെവൽ 88 കിട്ടുമായിരിക്കും. എനിക്ക് ക്വാളിഫൈഡ് ആവണം, IIT കയറണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. 88 എനിക്ക് പോസിബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. 88 കിട്ടി. അതിലുപരി കാറ്റഗറിയിൽ ഞാൻ 15 വന്നു. എനിക്ക് ടോപ്പ് IIT തന്നെ കിട്ടാനുള്ളൊരു ചാൻസ് എനിക്ക് കിട്ടി. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് അതിൽ. പക്ഷേ ഇതിനേക്കാളൊക്കെ എന്നെ അങ്ങ് അതിശയിപ്പിച്ചെന്ന് പറയുന്നത്, എനിക്ക് ഡ്രോയിങ്ങിന് 100ൽ 88 ഉണ്ടായിരുന്നു. അതൊരു ചെറിയ കാര്യമല്ല ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്കാണെങ്കിൽ. 88 എന്ന് പറയുന്നൊരു ചെറിയ മാർക്കല്ല. ഞാനൊരിക്കലും എക്സ്പെക്ട് ചെയ്തല്ല. ഞാൻ എൻ്റെ ഡ്രോയിങ് 60 65 അത്രയൊക്കെ ഞാൻ മനസ്സുകൊണ്ട്
വിചാരിച്ചത് എനിക്ക് അത്രേ കിട്ടുള്ളായിരിക്കും എന്നാണ്. പക്ഷേ എന്നെ സർപ്രൈസ് ചെയ്ത് എൻ്റെ ഡ്രോയിങ്ങിൻ്റെ മാർക്ക് തന്നെയാണ്. അതിനൊരു വലിയ പങ്ക് ബ്രില്യൻറ്റിലെ ഫാക്കൽറ്റീസ് വഹിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡ്രോയിങ്സൊക്കെ അവിടെ അത്ര ആക്യുറേറ്റ് ആണ് ഇവാലുവേറ്റഡ് ആയത്. അതുകൊണ്ട് എനിക്ക് എങ്ങനെ വരയ്ക്കണമെന്ന് എന്നത് ചെയ്താൽ മാർക്ക് കിട്ടുന്നൊരു നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു. അത് കാരണം ഡ്രോയിങ് അത്രയും ബെറ്റർ ആയെന്ന് എനിക്ക് തോന്നുന്നത്. അതിന് മുമ്പ് എഴുതിയപ്പോൾ എൻ്റെ ഡ്രോയിങ്ങിന് എനിക്ക് അത്ര നല്ല മാർക്കൊന്നും ഇല്ലായിരുന്നു. ഒരു 40 ആ ഒരു റേഞ്ചൊക്കെ ആയിരുന്നു. അപ്പോൾ അത്രയും ഡെവലപ്മെൻറ്റ് 40 ഒരു 88 എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഡെവലപ്മെൻറ്റാണ്. അതിനെന്നെ ബ്രില്യൻ്റ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇത്രയും കഷ്ടപ്പാടായിരുന്നിട്ടും എൻ്റെ ചുറ്റുമുള്ളവരെന്നെ പല സമയങ്ങളിൽ അവരെന്നെ താങ്ങി നിർത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ടീച്ചർമാരുണ്ടായിരുന്നു, മുൻപ് സാറുണ്ടായിരുന്നു, പിന്നെ എല്ലാവരും എൻ്റെ ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും എനിക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു എനർജി തന്നുകൊണ്ടും പിന്നെ എൻ്റെ ഒരു ആഗ്രഹം എങ്ങനെയും ഇത് എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം, എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരു സത്യവും കൂടെ എന്നെ എങ്ങനെയും ഇത് എടുപ്പിക്കാൻ സഹായിച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര പ്രൗഡാണ്. എൻ്റെ അമ്മേനെയും പ്രൗഡാക്കി, കുടുംബത്തിലുള്ള എല്ലാവരും ഞാൻ പ്രൗഡാക്കി, ടീച്ചർമാരെ പ്രൗഡാക്കി. ബ്രില്യൻറ്റിൻ്റെ പേര് കാക്കാൻ സാധിച്ചതിൽ ഞാൻ ഭയങ്കര അഭിമാനിക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ മോനോട് എനിക്ക് ഭയങ്കര പ്രൗഡാണ്. നമ്മുടെ സാഹചര്യം മനസ്സിലാക്കി അവൻ അതുപോലെ അച്ഛനെയും അമ്മയും കരുതി അവൻ്റെ ആഗ്രഹം ഇപ്പം സഫലീകരിച്ച് നിൽക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് എൻ്റെ മോൻ ഈ ഒരു അച്ചീവ്മെൻറ്റ് നേടിയത്. ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമ്മളെ തളർത്താൻ നോക്കുമ്പോൾ തിരിച്ച് നടന്നു കയറുന്നതിലാണ് യഥാർത്ഥ വിജയം എന്ന് ഞാൻ പഠിച്ചത് ബ്രില്യൻറ്റിലൂടെയാണ്. എൻ്റെ കുഞ്ഞുനാൾ മുതൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ പേരൻസാണ്. ആത്മാർത്ഥമായി നമ്മളൊരു ലക്ഷ്യത്തിനെ ആഗ്രഹിച്ചാൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും നമ്മളെ തളർത്താനാവില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. ഇന്ത്യയുടെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ IIT അലോട്ട്മെൻറ്റുകളുടെ ആദ്യഘട്ടത്തിൽ എൻ്റെയും പേരുണ്ടാവും. ശ്രീവർത്ത് M.